മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുടെ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വചനം എങ്ങനെയാണ്? അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരറിയട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകേണ്ട ഒരു വചനമായത്. കാരണം എന്താ? ഈശോയെ പിതാവായ ദൈവം സ്നേഹിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന്. പിതാവ് എത്രമാത്രം പുത്രനെ സ്നേഹിച്ചിരുന്നു. ആ പുത്രനെ തന്നോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ഒരു സ്നേഹമായിരുന്നു പിതാവിന്റെ സ്നേഹം. അതേ കരുതലും സ്നേഹവും നമ്മളോടും ദൈവത്തിനുണ്ടെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു സ്നേഹം, ഒരു കരുതല് എന്നോടും നിങ്ങളോടും ദൈവത്തിനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ജീവിത പങ്കാളി സ്നേഹിക്കുന്നില്ല, മക്കളെ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല, അയൽവക്കക്കാര് സ്നേഹിക്കുന്നില്ല, സമൂഹം സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ സ്നേഹം കിട്ടാത്തതിന്റെ പരാതി ഒത്തിരി പറയാറില്ലേ? ഈ ദൈവത്തിന്റെ സ്നേഹം അത് നമുക്കുണ്ടെന്നേ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നേ. ആരും നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോ പഠിപ്പിക്കുക. പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ ഈ സ്നേഹം അതല്ലേ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ആവശ്യം. ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തികളുടെ സ്നേഹം നമുക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തികള് നമ്മുടെ ജീവിതത്തെ ഉയർത്താനായിട്ട് പരിശ്രമിച്ചാൽ ഉയരുമോ നമ്മുടെ ജീവിതം? നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു സ്നേഹം ഈ ലോകത്തിൽ നിന്ന് എവിടുന്നേലും നമുക്ക് കിട്ടുമോ? കിട്ടുകയല്ല. നമുക്ക് കിട്ടുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം അത് ദൈവത്തിൽ നിന്നാണ്. ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് വചനം പഠിപ്പിക്കുക. അത് ഈശോയെ സ്നേഹിച്ചതുപോലെ. ഈശോയെ പിതാവായ ദൈവം തന്റെ നെഞ്ചോട് പുത്രനെ ചേർത്ത് വെച്ചിട്ടാണ് സ്നേഹിച്ചതെന്നും ആ പുത്രനെ തന്നിലേക്ക് വിളിക്കുന്നതും ഒക്കെ നമ്മൾ കാണുക. അതുപോലെ തന്നെ ആ പുത്രൻ ഈ ലോകത്തിൽ വന്ന് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ പരാജയപ്പെട്ടോ? ഈ ലോകത്തിലേക്ക് പുത്രന് എന്തിനാണോ വന്നത് അത് ഏറ്റവും പൂർണ്ണതയിലുള്ള വിജയത്തിലേക്ക് പിതാവായ ദൈവം എത്തിക്കുന്നില്ലേ? അവന്റെ കാര്യങ്ങളെല്ലാം പിതാവ് അനുഗ്രഹിക്കുക. നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തില് ചെയ്യുന്ന സകല കാര്യങ്ങളെയും പിതാവ് അനുഗ്രഹിക്കും. പിതാവിന്റെ സർവ്വ സ്നേഹവും നമ്മുടെ അധ്വാനം നമ്മുടെ കൂടെ ഉണ്ടാവും. പിതാവ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വഴികളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. പിതാവിന്റെ സ്നേഹം നമുക്കുണ്ട്, ആ പിതാവിന്റെ കരുതൽ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പിതാവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആ പിതാവിനോടൊന്ന് ചേർന്ന് നിന്ന് ആ പിതാവിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ആ പിതാവിന്റെ കരുതലും സ്നേഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. ആ പിതാവിന്റെ സ്നേഹവും കരുതലും നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ ഓർത്തോണം, പിതാവ് ഈശോയെ സ്നേഹിച്ച് അവിടുന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചു, ചെയ്തെല്ലാം അനുഗ്രഹിച്ചു. ഒപ്പം അവന്റെ ജീവിതത്തിൽ സഹനങ്ങളും ഉണ്ടായി. ആ പിതാവിന്റെ അരികിലേക്ക് ചെല്ലണമെങ്കിൽ ജീവിതത്തിൽ ചില സഹനങ്ങളും വേദനകളും കൂടെ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഇതാണ് കർത്താവ് ഈശോ മിശിഹ ഈ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹിക്കുമ്പോൾ ചില സഹനങ്ങളും ചില വേദനകളും തരും. അത് സ്നേഹിക്കുന്ന പിതാവ് തന്നെ തന്നതാണ്, തരുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ആ സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെ ഈശോയ്ക്ക് വിട്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും ദുരാത്മശക്തികളും നീങ്ങിപ്പോവുകയും നിർവീര്യമായി തീരട്ടെയും ചെയ്യട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.